ആദ്യമായിട്ടും നാലിലത്തെ അമ്പടിമാർ നാരന്തട്ടമ്പടി അപ്പളയത്തമ്പടി ചെരക്കരമ്പടി പൂജങ്കാട്ടമ്പടി തളാപ്പിലമ്പടി അങ്ങനെ അകുമ്പടിമാരോടും എട്ടില്ലം കരുവനാദികളെ ചേലക്കത്യ നെല്ലിക്കാത്യ പാലാത്യ പരക്കാത്യ ഒറോർത്തിയ ബാത്യ അങ്ങനെ എട്ടില്ലം കരുവനാദികൾ 60 ഉരായ്മമാര് കല്യോട്ട് കാപ്പാട്ട് ഓടം കരമാടങ്കര കുമ്മണാറുകൾ ഇന്തളം ചിറ്റേൽക്കൊന്ന് കൈക്കൊന്ന് അങ്ങനെ 6 മക്കളോടും അതിലും വിശേഷിച്ചിട്ടും അരേക്കരാമ താത്രപ്പെട്ടിരാമ വടക്കേക്കരാമ തെക്കുമാടം പെട്ടിരാമ തോക്കാനം പെട്ടിരാമ പുൽക്കോടം പെട്ടിരാമ അങ്ങനെ 6 എടുത്തെങ്കിൽ 60 ഉരായ്മമാരും 12 നാൽവര് വിശ്വർമാവ് 18 ഇരം ഭൂമിപുത്രന്മാര് കർത്താക്കന്മാര് വിശേഷിച്ചിട്ടും രാവണേശ്വരം നാലുവർണ്ണത്തിനകത്ത് പെരുന്തിൽക്കോലപ്പൻ അങ്ങനെ ഇരിക്കുന്നതായ തന്ത്രി പെരിഞ്ചോളി ഗ്രാമം അങ്ങനെ കോതോളങ്കര ഭഗവതി അങ്ങനെ ഇരിക്കുന്ന നിലകളിലെ തന്ത്രി വെള്ളക്കാട്ട് തന്ത്രി അങ്ങനെ രാവണേശ്വരം 4 തോരണത്തിനകത്ത് ബ്രാഹ്മണവര്യം തൊട്ട് ചണ്ടാളവരം വരെ ഉള്ളതായ പൈതങ്ങളെ 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 ക്ഷയിക്കട്ടോ പരദേവത നിങ്ങളതായിരിക്കുന്ന സംശയത്തിങ്കിൽ നിന്നിട്ടും അല്പത ഒന്ന് മറിഞ്ഞു നിൽക്കാം അല്ലെ? സന്തോഷം തന്നെയല്ലേ നിങ്ങൾക്ക് ഏവർക്കും? എങ്കിലോ മറഞ്ഞു നിൽക്കുന്ന നേരത്തെങ്കിലും അല്പത ഒരു സങ്കടങ്ങളൊക്കെ അല്ലേ രാമാരെ അല്ലേ മഹാരാമരെ? എങ്കിലോ ഇങ്ങനെയൊന്നും കെട്ടിപ്പോറ്റാൻ പറ്റുമോ നിങ്ങൾക്ക്? അല്ലേ? നിങ്ങൾക്ക് കണ്ടാൽ എനിക്ക് തികഞ്ഞൊന്നും വരില്ല, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തികഞ്ഞൊന്നും വരില്ല. എങ്കിലും അല്പമാത്രമായിട്ട് ഞാനൊന്ന് ക്ഷയിക്കാൻ ആത്മം കൊടുക്കുന്നു കേട്ടോ. വേറിട്ട് ചൊല്ലാനുണ്ട് ഏതാനും. ഇനി ഇങ്ങനെയൊന്ന് കൂടിക്കാണണമെങ്കിലോ മത്സരം അല്പത ഒന്ന് തികയണം അല്ലെ? അടുത്ത മത്സരത്തിൽ മകരമാസം അങ്ങനെ ഇരിക്കുന്നതായ കുറിച്ച കുർബാനത്തിന് തക്കവണ്ണം ഇനി പരദേവതയൊന്നും ഇങ്ങനെ കാണാം. എനിക്ക് വേണ്ടിക്കൊണ്ടുള്ളതായ വിഭവങ്ങളൊക്കെ ഇതിനാലും ഒരുക്കി വെക്കണമെങ്കിൽ ഇനി മത്സരം ഒന്ന് തികഞ്ഞിട്ടാണ്. അത്ര വരക്കും നിങ്ങൾക്ക് അല്ലിഞ്ചിലും മഹാവ്യാധികളൊന്നും പാരഭവിക്കാണ്ട് തക്കവണ്ണം പരദേവത തന്നെ രക്ഷ ഒന്ന് പരിപാലിക്കണം അല്ലേ? അല്ലേ മഹാലോരെ ആവട്ടെ. എങ്ങനെ കാന്താരമാലയും മഞ്ഞപ്പെട്ടും അഗ്നിപീശ കുംഭങ്ങളോടും ചേർന്നിട്ട് പിന്നിച്ചേർന്നിരിക്കുന്ന തിരുവരെങ്കിൽ ബുദ്ധീകരിച്ചിട്ട് ലോകമാതീതനായിട്ട് ഭക്തരക്ഷ ദാക്ഷിണ്യ വീക്ഷണ കടാക്ഷങ്ങളോടും കൂടിയിട്ട് നിലനിന്നിരിക്കുന്നതായ പരദേവത ഇങ്ങനെയുള്ളതായി പരദേവതയെ അന്ന് അനേകമായിരിക്കുന്നതായ ഋഷിമാരും മുനിമാരും യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷ നാരദാദികളും അനേകമായിരിക്കുന്നതായ പുഷ്പങ്ങളാലും നാമോച്ചാരണത്താലും വാദ്യമേളങ്ങളാലും എന്നെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ അന്ന് മുല്ല മല്ലിക കൈത കനതാരി ചെക്കി ചേമന്തികം പിച്ചകം കുറുമൊഴി വെന്താമര ചെന്താമര കുറുക്കുത്തിമുല്ല സൗഗന്ധികം അതിലും വിശേഷിച്ചിട്ട് സത്യം നാഗഭാഗപൂക പുന്നക ചമ്പക ചാമ്പേങ്ങ അതതി വിധതി പാലന്തി ചേമന്തി ഇരകന്തി ഇന്ദീവര ചന്ദന സ്പന്ദന തെച്ചി നെച്ചി പത്ത് പിച്ച പുച്ച പ്രസന്ന ഉച്ചാദികളാലും എന്നെ ആരാധന ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇടയ്ക്ക് കൊടുക്ക് പടകങ്കാള് ചെണ്ടതിമിര ചേർമകൾ തപ്പു മദ്ദളം എന്നിരിക്കുന്നതായ വാദ്യമേളങ്ങളാലും ഹരിനാരായണ എന്നോ ഹരി ഗോവിന്ദ എന്നോ ആർത്തത്രാണ പരായണസ എന്നോ ഭൂലോക വൈകുണ്ഠേശ്വര എന്നോ അങ്ങനെ ഇരിക്കുന്നതായ സഹസ്രനാമങ്ങളാലും എന്നെ ആരാധന ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ മഹാരാമനെ? ഇതാ നിങ്ങൾക്ക് ഭഗവാൻ കൈപറിച്ചായിട്ട് തന്നിരിക്കുന്ന പച്ചേരിയെ കുസുമമെന്ന് കരുതിയിട്ട് എൻ്റേതായിരിക്കുന്നതായ ശിരസിലേക്കൊന്ന് അർപ്പിക്കുമാറാകട്ടെ. എന്നാലോ നിങ്ങൾക്കിനി വരുന്ന മത്സരത്തേക്ക് അല്ലെങ്കിലും മഹാവ്യാധികളൊന്നും പാറി ഭവിക്കാണ്ട് തക്കവണ്ണം ഞാൻ തന്നെ നല്ല നിലയിലേക്ക് നിങ്ങളെ എത്തിച്ചു തരണം. ഇനി ഇങ്ങനെ ഒന്ന് കൂടിക്കാണുന്നവർക്കും നിങ്ങൾക്ക് വേണ്ടുന്ന മഹാഭാഗ്യയോഗ്യാദികൾ ഉണ്ടാക്കി തരണം. എന്നാലും ഇനി ചൊല്ലാനുണ്ടോ ഏതാനും? മറുവീണിയിരിക്കുന്ന അനുഭവങ്ങളൊന്നുമില്ലല്ലോ. ഇനി മത്സരം ഒന്ന് തികഞ്ഞിട്ട് കാണുന്നവർക്കും നിങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന അനുഗ്രഹകടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ട് കളിച്ചു പോരേണ്ടതായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കി തന്നവരുമായിരിക്കണം. എന്നാൽ ഹരി ഗോവിന്ദ എന്ന് ചൊല്ലിയിരിക്കുന്നതായ ഗോപന്മാർക്കും ഹരി നാരായണ എന്ന് ചൊല്ലിയിരിക്കുന്നതായ നാരാദികൾക്കും ഘട്ടാരങ്ങളിലെ ശംഖധ്വനിയിലെ മുഴങ്ങട്ടെ അത്